കർണാടക അങ്കോലയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് പറമ്പിൽ ബസാർ സ്വദേശി അർജുനായുള്ള തിരച്ചിൽ ഉടനെ തന്നെ അവിടെ പുനരാരംഭിക്കും. ഇന്നലെ രാത്രി അവസാനിപ്പിച്ച രക്ഷാപ്രവർത്തനമാണ് കുറച്ച് സമയത്തിനു ശേഷം പുനരാരംഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 16-ാം തീയതി പുലർച്ചെ മുതലാണ് അർജുനെ കാണാതായത്. രാഹുൽ KV ശിരൂരിൽ നിന്ന് നമുക്കൊപ്പം തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, എപ്പോഴാവും ഈ തിരച്ചിൽ നടപടികൾ ആരംഭിക്കുക എന്ന വിവരം ലഭിക്കുന്നുണ്ടോ? സംഘങ്ങളൊക്കെ ഓരോരുത്തരായി അവിടെ എത്തിച്ചേരുന്നുണ്ട്. ഉടനെ തന്നെ ഉണ്ടാകുമല്ലോ അല്ലേ? സന്ധ്യ, ഉടനെ തന്നെ രക്ഷാദൗത്യം പുനരാരംഭിക്കുന്നതിന് വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. SDRFന്റെ 2 വാഹനങ്ങളാണ് ഇതിനകം തന്നെ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. അതായത് 2 ട്രക്കുകളാണ്. അതിൽ നിറയെ രക്ഷാദൗത്യത്തിനുള്ള ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരച്ചിൽ നടത്തിയ സംഘം തന്നെയാണ് ആദ്യമേ ഇന്ന് അങ്ങോട്ടേക്ക് ആ മേഖലയിലേക്ക് പോയിട്ടുള്ളതും SDRFന്റെ സംഘം തന്നെയാണ്. SDRF എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ സംഘമാണ്. അതിന് പിന്നാലെ തന്നെ അല്പസമയത്തിനകം NDRFന്റെയും നാവികസേനയുടെയും ഫയർഫോഴ്സിൻ്റെയും പോലീസ് സംഘവും മേഖലയിലേക്ക് എത്തിച്ചേരും എന്നുള്ള വിവരം തന്നെയാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ തന്നെ മോശം വെളിച്ചം, മോശം കാലാവസ്ഥ എന്നുള്ളത് തന്നെയാണ് തിരച്ചിലിന് വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്നുള്ളത്. അതുകൊണ്ടാണ് തിരച്ചിൽ കുറച്ച് വൈകുന്നത് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമ്മൾ അധികൃതരോട് സംസാരിക്കുന്ന സമയത്തൊക്കെ അവർ വിശദീകരിക്കുന്നതും. കാരണം ഈ രക്ഷാദൗത്യം നടക്കുന്ന സമയത്ത് തന്നെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാവാനുള്ള സാധ്യത വളരെ അധികമാണ് എന്നുള്ളതാണ്. ഈ മലയിടിച്ചിലുണ്ടായ സ്ഥലത്ത് തന്നെ വലിയ രീതിയിൽ വെള്ളം പുറത്തേക്ക് കുത്തിയൊലിക്കുകയാണ്. അതായത് മലയുടെ മുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും രാഹുൽ, എന്തായാലും 5:30 തുടങ്ങാനിരുന്ന രക്ഷാപ്രവർത്തനം വൈകിയത് തന്നെ ഈ പറഞ്ഞ പോലെ വെളിച്ചമില്ലായ്മയായിരുന്നു. ഇപ്പോൾ അവിടെ വെളിച്ചം വീണ് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്നലത്തെ പോലെ ഒരു പ്രതികൂല സാഹചര്യം ആവാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. മണ്ണിടിച്ചിൽ ഉണ്ടാവുന്ന ഒരു മേഖലയാണ്. മഴയാണ് ഏറ്റവും വലിയ പ്രതികൂല സാഹചര്യമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണ്.